ഉണ്ണി തന്നെ. ഡേറ്റ് പറ. 12 ഇല്ല, 12 പറ്റൂല. അല്ല നമ്മൾ വാക്ക് പറഞ്ഞ കറക്റ്റാ, പക്ഷെ എനിക്ക് എങ്ങനെ പറ്റൂല? 2 ദിവസം. ഒരു ദിവസം പറ്റൂല. എന്തിനീ ഒരു ഹാഫ് ടൈം പോലും നമുക്ക് പറ്റൂല, അത്രക്ക് തിരക്കാണ്. ആ നടക്കൂല. ഉണ്ണി ഇതെന്തെങ്ങനെ നിലവിളിക്കണേ? എന്തിനിങ്ങനെ നിലവിളിക്കുന്നു? എന്റെ കാര്യം പറയേ. നിങ്ങൾക്കറിയില്ല എന്താണ്ട് കാര്യം പറയടോ. ഞങ്ങൾക്ക് എത്ര വയസ്സായത്? അനക്ക് 10-40 വയസ്സാണ്ടാവൂലേ? ആയില്ലേ? ഞാൻ ഇത്രയും കാലം കൊണ്ട് കല്യാണം കഴിച്ചു. ഇതാണ് വിഷമോ? ഇതാണ് വിഷമം. എത്ര ദിക്കിന് പെണ്ണുണ്ട്, എത്ര ദിക്കിന്. ഒരു പെണ്ണ് എസ് പറഞ്ഞു എന്നോട്, ഒറ്റ പെണ്ണ് ഓട്ട്. എനിക്കൊന്ന് സ്വഭാവം മോശമുണ്ടാ? പറ. അല്ല ഉണ്ണി പെണ്ണ് മണ്ണെന്നൊക്കെ പറഞ്ഞത് ഒരു യോഗാണ്. അതൊരു സമയമാകുമ്പോ സംഭവിക്കൂ. അങ്ങനെ ചിന്തിക്കേ. ചത്ത് പുല്ല് മുളച്ചിട്ടാ യോഗം. ഇത് യോഗം ഒരു പറയിപ്പിക്കണ്ട. 15 കൊല്ലായി ഞാൻ പെണ്ണുണ്ട് കിടക്കുന്നത്. 15 കൊല്ലായി. ഈ 15 കൊല്ലത്തിനൊക്കെ ഷുഗർ ഒന്നും ആടത്തെ മധുര പറയാൻ തിന്നല്ലോ. ഇപ്പൊ ഇതാ 5-6 ഷുഗറിന്റെ കുടിയും കൊണ്ട് ആ പെണ്ണ് കാണാൻ പോലെ. അറിയൊക്കെ എനിക്ക് എന്ത് കുറവ്. 116 തെങ്ങുമുക്കർ ഒരു ദിവസം. 5000 രൂപ പൈസ ഉണ്ടാക്കും ദിവസം. ഞാൻ എന്തെങ്കിലും ഒരു മോശം സ്വഭാവം ഉണ്ടാർക്ക്. ഞാൻ കള്ളുടിക്കോ അല്ല സിഗരറ്റ് വലിക്കോ, ഒരു പരിപാടിയില്ല. അന്തസ്സായിട്ട് ഞാൻ പോകുന്നില്ലേ. ഇതിനൊക്കെ ഒരു പെണ്ണ് കാണാൻ പോയി. കാര്യം പറ. 10 തോറ്റത്. അത് ഓള് പറഞ്ഞു. ചിലപ്പോ 7-8 പഠിച്ചിട്ടുണ്ടാവും. പഠിപ്പേ പാട്ട ഇത്തിരി പഠിക്കുന്നു. ഞാനില്ലേ. ഓളെന്താ പറഞ്ഞു? ഓള് പറഞ്ഞു ഉദ്യോഗസ്ഥ ഗവൺമെന്റ്. ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ലേ. ഈ വിഷമിക്കലുണ്ണി ഇതെന്താ അറിയോ? ഇപ്പോ എന്റെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പൊന്നാണാൻ പോയപ്പോ ഇതേപോലെ ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞു ഒരുപാട് പെൺകുട്ടികൾ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. കഴിച്ചല്ലോ. അവസാനം ഇങ്ങനെ കഴിച്ചത് ഞാൻ വിളിച്ചിറക്കി കൊണ്ടതാണ്. നേരെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത്. അല്ലാതെ നമുക്ക് പെണ്ണിട്ടൂലാന്ന്. അനക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കിക്കോളൂ ഉണ്ണി. നാണുമാൻ ഉൾപ്പം വേണം. ഉണ്ണീനെ കിട്ടൂല. ആ പെണ്ണി അച്ഛനമ്മ ഉണ്ടാവും. അവർ സങ്കടം ആലോചിച്ചോ. ഉണ്ണി അങ്ങനത്തെ മോശം പരിപാടിക്ക് നിൽക്കൂല. അന്തസ്സായി പെണ്ണ് വയ്ക്കും. പറ്റുവാ? തന്റെ നല്ല മനസ്സാണ്ടാണ്ട്. അതാണ് അനക്ക് കിട്ടും. ഈ കാത്തിരു നല്ലൊരു കുട്ടീനെ കിട്ടും. പിന്നെ ഇയ്യേ വല്ലാണ്ട് വിഷമിക്കരുത്. ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മൾ അബ്ദുൽ കലാം ഇപ്പൊ കല്യാണം കഴിച്ചില്ലല്ലോ. ഓരാരാന്നോ? എടാ അബ്ദുൽ കലാമാണോ പഴയ രാഷ്ട്രപതി. മൂപ്പര് കല്യാണം കഴിച്ചില്ല. മൂപ്പര് കൊലേ കാലം സുഖമായിട്ട് ജീവിച്ച് മരിച്ചു. അതിനുശേഷം വാജ്പേയി കല്യാണം കഴിച്ചിട്ടുണ്ടോ? സുകുമാർ ആയിക്കോട്ടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്തിന് ഐസക് ന്യൂട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഐസക് ന്യൂട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ മൂപ്പർക്ക് ആ പഴയ കണ്ടുപിടുത്തം ഭാര്യ സമ്മതിക്കൂല. ആപ്പിള് വീണോന്ന് പോയി നോക്കാൻ. നിങ്ങൾ കല്യാണം കഴിച്ചോ? ഞാൻ കഴിച്ചതാ. ഉണ്ടത് കല്യാണം കേൾക്കാത്തതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കല്യാണം കഴിച്ചോന്റെ വിഷമം എനിക്കും മനസ്സിലാവില്ല. മൊയ്തുക്ക കള്ളു കുടിക്കുന്നവനി, കഞ്ചാവ് കുടിക്കുന്നവനി, പെണ്ണ് കുടിക്കുന്നവനി, ഓനടക്കം പെണ്ണ് കുടിക്കുന്നവന്. എന്തിനാണ് പെണ്ണ്? എനിക്ക് ഇപ്പോൾ തിരിച്ച ഇവർക്കൊരു ഒരു പ്രശ്നമില്ല. അവർക്ക് എത്ര വേണം കല്യാണം നിൽക്കാം. രണ്ടാമതും കല്യാണം നിൽക്കാം. പെണ്ണിട്ടു അന്തസ്സായി ജീവിക്കുന്നവനിവിടെ പെണ്ണില്ല. മൊയ്തുക്ക ഇത് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്റെ മനസ്സ് നല്ലതാ. അതുകൊണ്ട് അനക്ക് പെണ്ണ് കിട്ടും. എന്ത് മനസ്സ്? താലിമാല ഏടെങ്കിലും ഒരു പെണ്ണെ കണ്ട അപ്പൊ എടുത്ത് ഇടാൻ വേണ്ടി ഒരു താലിമാല വരെ ആക്കി വെച്ചിട്ട്. എത്ര പൗണ്ടർ അത്? 5. ഞാൻ 1.5 പൗണ്ട് എന്റെ ഭാര്യ കെട്ടി. നമുക്കൊരു അന്തസ്സുണ്ടല്ലോ. അല്ല ഇതിപ്പോ രാജ്യത്തൊക്കെ റോൾ ചെയ്യാൻ വേണമെങ്കിൽ എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഞാൻ എന്താക്കട്ടെ? ഇങ്ങനെ പറ. ഒന്നുകൊണ്ട് ബേജാറാവണ്ട. എന്റെ കാര്യം എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കി തരും. ബുദ്ധിയുള്ളൊരു പെണ്ണും സൗന്ദര്യമുള്ള ഞാനും ഒന്നും ചേർത്താല് കല്യാണം കഴിച്ചാ ഒരു നല്ല കുട്ടി ഉണ്ടാവുമല്ലോ. അല്ല അങ്ങനെ മാത്രം ചിന്തിക്കരുത്. ഈ ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്ക്. എന്റെ ബുദ്ധി ഉള്ള സമയമാണെങ്കിൽ ആ കുട്ടീന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി.
അല്ല അജ്ജിപ്പോ എടുത്ത വരുന്നത് ഞാൻ തെങ്ങ് കയറാൻ പോയത്. അപ്പൊ ഈ ഡ്രസ്സിലാ പോയത്? ആ ഡ്രസ്സൊക്കെ കൈമേലുണ്ട് അല്ലേ? നോക്ക്, നിന്റെ ഭാഗത്ത് ഫുൾ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. ഞാനൊരു വഴി നോക്കട്ടെ, അണ്ണ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? എന്ത് വഴി? വഴിയൊക്കെ ഉണ്ടറാ, എന്തെങ്കിലുമൊക്കെ വഴി തെളിയും. ഒന്നും ഇല്ലാത്തവന് ഒരു വഴിയാണ് തെളിയും. ഞാൻ പോട്ടെ, നാളേക്ക് ഒരു അർജന്റ് ഓട്ടം ഉണ്ട്, സ്കൂൾ കൂടെ എടുക്കാണ്ട്. ശരി, ഈ ഇങ്ങനെ നിൽക്കല്ലേ, ഞാൻ വരെ പോകുന്നത്. ചെല്ല്. അച്ഛാ, മരുന്ന് കഴിക്കാനായി. പതിയെ എണീക്ക്. നമുക്ക് ഒന്നുകൂടി ഡോക്ടറെ അടുത്ത് പോയാലോ? ഒന്നുകൂടി ഡോക്ടറെ അടുത്ത് പോയാലോ? നീ ഡോക്ടറെ അടുത്തൊന്നും പോണ്ട, മരുന്ന് വേണ്ട. ഇനി മരുന്നൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ? എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും? എൻ്റെ പ്രായമുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ 10-20 വയസ്സായ കുട്ടികളായി. നിന്റെ കല്യാണം കണ്ടിട്ട് ചത്താ മതിയായിരുന്നു ഈശ്വരാ. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. ആദ്യം ഈ മരുന്ന് കഴിക്ക്, അച്ഛനൊന്ന് ഉഷാറാവട്ടെ. എന്റെ കുട്ടിയെ കല്യാണം കഴിയുന്നവരെങ്കിലും ജീവിച്ചിരിക്കട്ടെ. തന്നു. അച്ഛൻ ഇങ്ങനെ എപ്പോഴും മനസ്സ് വിഷമിച്ച ഒന്നും ആവില്ലേ. ഇപ്പൊ കിടക്കണോ ഇനി? ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടന്നോളാം. ചൂടുവെള്ളം വേണോ? വേണ്ട, വേണമെങ്കിൽ പറയാം. അച്ഛൻ എന്റെ കാര്യം ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്റെ കാര്യം ഓർത്ത് എനിക്കൊരു വിഷമമില്ല കുട്ടി. നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അച്ഛന്. എന്തിനാ എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണേ? ഞാനിപ്പോ അച്ഛന്റെ കാര്യം കൂടി നോക്കണില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ നല്ല ധൈര്യമുണ്ട്. അച്ഛൻ വിഷമിക്കരുത് കേട്ടാ. മിടുക്കനായിട്ട് ഇരിക്കുക ഇവിടെ. ഞാൻ കഞ്ഞി എടുത്തു തരാം. മോനെ, എന്തേ കല്യാണം ഏട്ടാ? ഓ, ആരെ കല്യാണം? എന്റെ പൊണ്ണായിരുന്നു. പെണ്ണ് SBI അസിസ്റ്റന്റ് മാനേജറാണ്. അസിസ്റ്റന്റ് മാനേജറാ? എത്ര വയസ്സായറാ? എനിക്ക് 24. വരൂലേ എല്ലാരും ഫാമിലി ആയിട്ട്? എല്ലാരും വരണം ഫാമിലി ആയിട്ട്. ഇവിടെ അടുത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചാ. ഇതെന്താണ്? പ്രതീക്ഷകൾ അകന്നുപോയി, പ്രകാശവും പൊലിഞ്ഞുപോയി, അടങ്ങുന്നു